യെസ് ബോയ്സ്, നമസ്കാരം. ചെൽസിക്കാരനിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മളുടെ ഹിസ്റ്ററി സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ആൻഡ് വി ആർ സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് ദ ഹിസ്റ്ററി ഓഫ് അവർ ക്രസ്റ്റ്. ഈ ക്രസ്റ്റിലേക്ക് എങ്ങനെയാണ് നമ്മളുടെ ചെൽസി എത്തിയെന്നുള്ള ഒരു കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളുടെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ക്രസ്റ്റിനെ പെൻഷനേഴ്സ് ക്രസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ ക്രസ്റ്റിൽ നിന്ന് ഈ ക്രസ്റ്റിലേക്ക് എത്തിയ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ഇൻ ദ ബിഗിനിങ് ഗസ് മിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ബിസിനസ് ആണ് ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ സ്ഥാപകൻ. എസ്റ്റാബ്ലിഷ് ചെയ്ത ആള് ഗസ് മിയേഴ്സ്. നമ്മളുടെ ഹോം ഗ്രൗണ്ടായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു റൈസിംഗ് സൺ പബ് എന്ന് പറഞ്ഞൊരു പബ്ബിൽ തന്റെ കൂട്ടുകാരോടൊപ്പം തീരുമാനിച്ചെടുത്ത ഒരു ഡിസിഷനാണ് ദാറ്റ് ചെൽസി ഫുട്ബോൾ ക്ലബ് വിൽ ബി ഫോംഡ്. ആൻഡ് ഇത് സംഭവിച്ചത് ഡേറ്റ് മാർച്ച് 10 1905. എൻ്റെ ബർത്ത്ഡേയും കൂടിയായ മാർച്ച് 10 ഗസ് മയേഴ്സ് നമ്മളുടെ ക്ലബായ ചെൽസി ഫോം ചെയ്യുന്നത്. 1905 മുതൽ 1952 വരെ ഏകദേശം 47 വർഷങ്ങളാണ് നമ്മൾ ഈ ക്രസ്റ്റ് കൊണ്ടു നടന്നത്, നമ്മളുടെ ഒഫീഷ്യൽ ക്രസ്റ്റായിട്ട്. പക്ഷേ നമ്മൾ ഇതുവരെ ഇതൊരു മാച്ച് ഷർട്ടിൽ കണ്ടിട്ടില്ല, ബിക്കോസ് ഇറ്റ് വാസ് നെവർ വോൺ ഓൺ എനി മാച്ച് ഷർട്ട്. കൊല്ലവർഷം 1682 അന്നത്തെ ഇംഗ്ലീഷ് രാജാവായ ചാൾസ് രണ്ടാമൻ സ്ഥാപിച്ച ഒരു റോയൽ ചെൽസി ഹോസ്പിറ്റലിനോട് അഡ്ജസന്റ് ആയിട്ടാണ് നമ്മളുടെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അന്തക്കാലം മുതൽ ഇന്ന് വരെ 300-ലധികം വെറ്ററൻസ് ആണ് റോയൽ ചെൽസി ഹോസ്പിറ്റലിൽ അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം റിസൈഡ് ചെയ്യുന്നത്. റോയൽ ചെൽസി ഹോസ്പിറ്റലിലെ ഒരു പെൻഷനർ ആവാനായിട്ട് കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. 12 വർഷം ആർമിയിൽ സെർവ് ചെയ്തിട്ടുണ്ടാവണം, സ്വന്തം ബന്ധമെന്ന് പറയാനായിട്ട് ഇപ്പോൾ ആരും ജീവിച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട് ടു ബിക്കം എ പെൻഷനർ. അപ്പോൾ ആ കാലം മുതൽ ഇന്ന് വരെ നമ്മൾ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ നമ്മളുടെ ഹോം ഗെയിംസിന് വേണ്ടി 8 സീറ്റ്സ് പെൻഷനേഴ്സിന് വേണ്ടി റിസർവ്ഡ് ആണ്. മറ്റൊരു വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻഷനേഴ്സ് ഈ റോയൽ ചെൽസി ഹോസ്പിറ്റലിൽ താമസിക്കുമ്പോൾ അവർ പൊതുവെ കാഷ്വൽ വെയറിലാണ്. പക്ഷേ വെൻ എ ഗസ്റ്റ് കംസ് ഇൻ, വെൻ എ റോയൽ ഗസ്റ്റ് കംസ് ഇൻ ഓർ എനി ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് കംസ് ഇൻ, they are encouraged to wear a uniform which is blue in color, royal blue in color. So അത് വേറൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ, whenever a guest comes into their home they wear blue, and that is exactly what Chelsea does when they play at Stamford Bridge. നമ്മളുടെ കളർ എന്നും ബ്ലൂ ആയത് അതിൻ്റെ ഇതിഹാസം ഇതുകൊണ്ടാണ്. റിട്ടയർ ചെയ്ത റോയൽ ആർമി പേഴ്സൺസ് എന്ന പെൻഷനേഴ്സ് ആയിട്ടുള്ള അസോസിയേഷൻ കാരണവും നമ്മളുടെ ക്രസ്റ്റിൽ അതിൻ്റെ മേജർ എലമെന്റ് ഒരു പെൻഷനറിൻ്റെ ഒരു വെക്ടർ ആർട്ട് ആയിരുന്നതുകൊണ്ടും വി ആർ സ്റ്റിൽ നോൺ ആസ് ദ പെൻഷനേഴ്സ്. നമ്മൾക്കറിയാം ചെൽസി ദ ബ്ലൂസ് എന്നാണ് അറിയപ്പെടുന്നത് കൂടുതലും. പക്ഷേ പഴയ ചെൽസി ആരാധകർക്കിടയിലും പഴയ ഇംഗ്ലീഷ് ടാബ്ലോയിഡ്സിൻ്റെ ഇടയിലും ചെൽസിക്ക് മറ്റൊരു പേരുണ്ട്, ദ പെൻഷനേഴ്സ്. അങ്ങനെ പെൻഷനേഴ്സ് ക്രസ്റ്റ് കഴിഞ്ഞു വന്ന ഒരു ടെമ്പററി ക്രസ്റ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്രസ്റ്റാണ് 1952 നമ്മളുടെ മാനേജറായ ടെഡ് ഡ്രേക്ക്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഇൻ ചെൽസി ഫുട്ബോൾ ക്ലബ്സ് ഹിസ്റ്ററി. പുള്ളിയുടെ നേതൃത്വത്തിൽ വന്ന ഒരു ചേഞ്ചാണ്, പുള്ളിയുടെ ഒരു മോഡേണൈസേഷൻ ടാക്ടിക്സിന്റെ പേരിൽ വന്ന ഒരു ചേഞ്ചാണ് ദ ചെൽസി ഐക്കണോഗ്രഫി ക്രസ്റ്റ് എന്ന് പറയുന്ന നമ്മളുടെ രണ്ടാമത്തെ ക്രസ്റ്റ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട്, നമ്മൾ ആകെ കൂടി ഇത് ഒരു വർഷമേ ഉപയോഗിച്ചുള്ളൂ. ആൻഡ് അഗൈൻ ദിസ് വാസ് നെവർ വോൺ ഓൺ എനി മാച്ച് ഷർട്ട്. ഇതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് ഐക്കണോഗ്രഫി കൈൻഡ് ഓഫ് ഒരു ക്രസ്റ്റ് ആണ്, which was made possible under the modernization of Ted Drake. കുറെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഈ ക്രസ്റ്റിന്റെ മേജർ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പോഗ്രഫിയാണ്. ദ ക്ലബ്സ് ഇനീഷ്യൽസ് CFC അതൊരു ഷീൽഡിലേക്ക് അഡോൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു മോഡലാണ് ടെഡ് ഡ്രേക്കിന്റെ ഒരു മോഡേണൈസേഷന്റെ ഭാഗമായി വന്ന ഈ ക്രസ്റ്റ്. ടെഡ് ഡ്രേക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 1955 ചെൽസി ഒരു മേജർ സിൽവർ വെയർ, അത് നമ്മൾ തുടങ്ങിയത് തന്നെ ഫസ്റ്റ് ഇംഗ്ലീഷ് ലീഗ് അടിക്കുന്നതോടെയാണ്. അതായത് ഇപ്പോഴത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫസ്റ്റ് ഡിവിഷൻ ഇംഗ്ലീഷ് ടൈറ്റിൽ ജയിക്കുന്നത് is under the stewardship of Ted Drake.
ഈ ക്രസ്റ്റ് ആകെ നമ്മൾ 1 വർഷം ഉപയോഗിച്ചുള്ളൂ. പക്ഷേ ഈ ക്രസ്റ്റിന്റെ ഉപയോഗത്തിലൂടെയാണ് നമ്മളുടെ മോഡേൺ നിക്നെയിമായ ദ ബ്ലൂസ് എന്ന നിക്നെയിം നമ്മൾ ആദ്യമായിട്ട് വിശേഷിപ്പിച്ച് തുടങ്ങിയത്. ബിക്കോസ് ഈ ക്രസ്റ്റിൽ ദർ ഇസ് എൻ ഓവർ യൂസ് ഓഫ് ദ കളർ ബ്ലൂ. 1953 മുതൽ 1986 വരെ ചെൽസി ഉപയോഗിച്ച ക്രസ്റ്റിനെ നമ്മൾ ലയൺ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ചെൽസി ക്രസ്റ്റ് ആണ് നമ്മളുടെ ലയൺസ് ക്രസ്റ്റ്. നമ്മളുടെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് ഇസ് ഇൻ എ വെരി റിച്ച് പാർട്ട് ഓഫ് ലണ്ടൻ. സൗത്ത് വെസ്റ്റ് ലണ്ടനിലെ മെട്രോപൊളിറ്റൻ ബറോ ആയ ചെൽസിയിലാണ് നമ്മളുടെ ക്ലബ്ബ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെട്രോപൊളിറ്റൻ ബൊറോയിൻ്റെ ഒരു കോട്ട് ഓഫ് ആംസ് ഉണ്ട്. ആ കോട്ട് ഓഫ് ആംസിൽ നിന്ന് എടുത്ത ചില എലമെന്റ്സ് ഉപയോഗിച്ചാണ് ഈ ക്രസ്റ്റ് രൂപീകരിച്ചത്. ഈ ലയൺസ് ക്രസ്റ്റ് ആണ് നമ്മളുടെ ചെൽസിയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായി നമ്മൾ ജേഴ്സീസിൽ അണിഞ്ഞു തുടങ്ങിയ ഒരു ക്രസ്റ്റ്. ലയൺ എന്നുള്ള എലമെന്റിനെ നമ്മൾ ആദ്യമായി ചെൽസിയോട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു ക്രസ്റ്റിലൂടെയാണ്. ഇറ്റ്സ് എ ലയൺ, ഇറ്റ്സ് എൻ അപ്രൈറ്റ് ലയൺ ഹോൾഡിങ് എ സ്റ്റാഫ്. ഒരു ചെങ്കോല് പിടിച്ചിരിക്കുന്ന രാജാവ് എന്നുള്ള ഒരർത്ഥത്തിൽ ആണ് ഈ ക്രസ്റ്റ് നമ്മൾ പുറത്തിറക്കിയത്. ആൻഡ് നമ്മളുടെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഇരിക്കുന്ന റോഡിന്റെ പേര് കിങ്സ് റോഡ് എന്നാണ്. അപ്പോൾ ആ ഒരു റെഫറൻസ് കൂടി നമ്മൾ ഈ ക്രസ്റ്റിലൂടെ നമ്മളുടെ ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിലെ മറ്റ് എലമെന്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ദർ ആർ 3 റെഡ് റോസസ്. 3 റോസസ് എപ്പോഴും ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന എലമെന്റ് ആണ്. ആൻഡ് ദർ ആർ ഓൾസോ 2 ഫുട്ബോൾസ്. അനദർ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇസ് ദാറ്റ് ഈ ക്രസ്റ്റിലാണ് നമ്മൾ ആദ്യമായി മറ്റ് 2 കളേഴ്സും കൂടി വന്ന് ചേർന്നത്. ചെൽസിയുടെ ക്രസ്റ്റ് ഹിസ്റ്ററിയിലേക്ക് റെഡ് ആൻഡ് ഗോൾഡ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് ക്രസ്റ്റ്. ഈ ക്രസ്റ്റിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ നമ്മളുടെ FA കപ്പിന്റെ ആനിവേഴ്സറി ജേഴ്സിയിൽ അടിച്ച ജസ്റ്റ് ആ ലയണിനെയും സ്റ്റാഫിനെയും വെച്ചുകൊണ്ടുള്ള ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ക്രസ്റ്റ്. ആൻഡ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാതിരിക്കുന്നത് പോലെ നമ്മൾ ആ ഒരു മോഡേണൈസ്ഡ് ഒരു ഡിഫറെന്റ് ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് ദ ലയൺസ് ക്രസ്റ്റ് ആണ് നമ്മളുടെ ഫസ്റ്റ് FA കപ്പ് വിന്നിംഗ് ഇയർ 1970 ഇട്ട് കളിച്ച ക്രസ്റ്റ്. മൂവിങ് ഓൺ, നമ്മളുടെ 4ാമത്തെ ക്രസ്റ്റായ CFC ലയൺ ക്രസ്റ്റ്. CFC എന്നുള്ള ലെറ്റേഴ്സും ഉണ്ട്, ലയണിന്റെ ഒരു ഫേസും ഉണ്ട്. സോ CFC ക്രസ്റ്റ്. ഇത് 1986 ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ കാരണക്കാരനായ അന്നത്തെ ഓണർ കെൻ ബേറ്റ്സ് 1982 ചെൽസി കെൻ ബേറ്റ്സ് £1 കരസ്ഥമാക്കുന്നത് ഓണർഷിപ്പ്. ആൻഡ് അയാളുടെ ലീഡർഷിപ്പിൽ ഒരു മോഡേണൈസേഷൻ അറ്റംപ്റ്റ് ആയിരുന്നു ഈ റീബ്രാൻഡിങ്. ഇതിനു മുന്നേ നമ്മൾ യൂസ് ചെയ്തിരുന്ന ലയൺസ് ക്രസ്റ്റ് വളരെ ഫാൻ ഫേവറേറ്റ് ആയ ഒരു ക്രസ്റ്റ് ആയിരുന്നു. ബട്ട് ദ പ്രോബ്ലം വാസ് വി കുഡ് നോട്ട് ട്രേഡ് മാർക്ക് ഇറ്റ്. ബിക്കോസ് ആ ലയണും സ്റ്റാഫും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മെട്രോപൊളിറ്റൻ ബോറോയുടെ കോട്ട് ഓഫ് ആംസിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തതാണ്. അതുകൊണ്ട് വി കുഡിൻ ട്രേഡ് മാർക്ക് ഇറ്റ്, വി കുഡിൻ മേക്ക് മെർച്ചൻഡൈസ് ഓഫ് ഇറ്റ്. സോ കെൻ ബേറ്റ്സ് വന്നിട്ട് മോഡേണൈസേഷനിലൂടെ ആബ്സല്യൂട്ട്ലി പുതിയൊരു മോഡേണൈസ്ഡ് വേർഷൻ ഓഫ് എ ലോഗോ കൊണ്ടുവന്നു. ആൻഡ് വി ആർ ഓൾ വെൽ അവെയർ ഓഫ് ദിസ് ലോഗോ. നമ്മൾ ഫ്രാങ്ക് ലാംപാർഡിനെയും ഡ്രോഗ്ബേനെയും റോബനെയും ഡഫിനെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ ലോഗോ ഇട്ടിട്ട്. അപ്പോൾ ദാറ്റ് വാസ് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദ CFC ലയൺ ലോഗോ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അബൌട്ട് ദ CFC ലയൺ ലോഗോ ഇസ് ദാറ്റ് ദിസ് ഇസ് ദ ലോഗോ ദാറ്റ് ഹാസ് ബീൻ മോഡിഫൈഡ് ദ മോസ്റ്റ്. കളർ ഡിഫറൻസസിലൂടെയും ഷേപ്പ് ഡിഫറൻസസിലൂടെയും ഈ ലോഗോനെ ഒരുപാട് പ്രാവശ്യം പല സീസണിൽ പല ജേഴ്സീസിന്റെ കൂടെ മാച്ച് ആവാൻ വേണ്ടി നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ചില ജേഴ്സീസിൽ നമുക്ക് CFC എന്നുള്ള എലമെന്റ്സ് റെഡിൽ കാണാം, ലയണിന്റെ എലമെന്റ് ബ്ലൂവിൽ കാണാം, മൊത്തത്തിൽ വൈറ്റിൽ കാണാം. അങ്ങനെ ദിസ് ലോഗോ ഹാസ് ബീൻ പ്ലേഡ് വിത്ത് in order to satisfy the designs of the logo and the jersey. അങ്ങനെ ഫൈനലി വി അറൈവ് അറ്റ് വാട്ട് വി ഹാവ് റൈറ്റ് നൗ. നമ്മൾക്ക് എല്ലാവർക്കും ഫെമിലിയറായ ഈ ലോഗോയിലേക്ക് നമ്മൾ 2005 എത്തുന്നത്. 1905 നമ്മൾ ഫോം ചെയ്ത് 2005 ആയപ്പോഴേക്കും ഇംഗ്ലീഷ് ഫുട്ബോൾ ചരിത്രത്തിന്റെ 100 വർഷത്തിൽ നമ്മൾക്ക് ഭാഗമാകാൻ സാധിച്ചു. അതിന്റെ ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായി വന്ന റീബ്രാൻഡിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോഗോ, ഈ ക്രസ്റ്റ് നമ്മൾ രൂപീകരിച്ചത്. ഫാൻസിന് വളരെയധികം ഇഷ്ടമായിരുന്ന പഴയ നമ്മളുടെ ലയൺസ് ക്രസ്റ്റിനെ
ഒന്ന് പൊടി തട്ടി മോഡേണൈസ് ചെയ്തെടുത്ത ഒരു ലോഗോ ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. റോമൻ അബ്രാമോവിച്ചിൻ്റെ ഓണർഷിപ്പിൽ പുള്ളിയുടെ ആ ഒരു റെവല്യൂഷനൈസിങ് ചെൽസി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ലോഗോ റീബ്രാൻഡ് ചെയ്തു. ആൻഡ് വി ഹാവ് അറൈവ്ഡ് അറ്റ് വാട്ട് വി ഹാവ് റൈറ്റ് നൗ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഏറ്റവും കൂടുതൽ സിൽവർ വെയർ അടിച്ചെടുത്തത് ഈ ലോഗോ ജേഴ്സിയിൽ വന്നപ്പോൾ മുതലാണ്. ആൻഡ് ദെയർ ബൈ മേക്കിംഗ് ദിസ് ലോഗോ ദ മോസ്റ്റ് സക്സസ്ഫുൾ ലോഗോ ഇൻ ഇംഗ്ലീഷ് ഫുട്ബോൾ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം, ഇൻ മോഡേൺ ഇംഗ്ലീഷ് ഫുട്ബോൾ ഹിസ്റ്ററി. ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. നമ്മൾ 1905 തുടങ്ങി ഇന്നിപ്പോൾ 2020 വരെ എങ്ങനെയാണ് നമ്മളുടെ ലോഗോ ട്രാവൽ ചെയ്ത്, എങ്ങനെയാണ് നമ്മളുടെ ക്രസ്റ്റ് രൂപമാറ്റം സംഭവിച്ച് ഇന്നത്തെ ഈ ഒരു ലോഗോയിലേക്ക് എത്തിയെന്നുള്ള കഥ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ഇതേപോലത്തെ ഇനിയും ഹിസ്റ്റോറിക്കൽ സീരീസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മുടങ്ങാതെ കാണുന്നതിന് വേണ്ടി പ്ലീസ് ലൈക്ക്, ഫോളോ, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ. ഈ വീഡിയോ ഹിറ്റാക്കി തരൂ. താങ്ക് യു ആൻഡ് ഓൾവേസ് കീപ് ദ ബ്ലൂ ഫ്ലാഗ് ഫ്ലൈയിങ് ഹൈ. Come on, Chelsea.